2020 സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന KAMCO ടെക്നിക്കൽ അസിസ്റ്റന്റ് കേരള PSC എക്സാമിന്റെ വീഡിയോ ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് KAMCOയുടെ സിലബസിനനുസരിച്ച് പാർട്ട് 3 അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. ഫാം ഇംപ്ലിമെന്റ്സ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന മോഡ്യൂളിന്റെ അകത്ത് വരുന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ്സ് ആൻഡ് ദെയർ യൂസസ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ട്രാക്ടർ പഠിച്ചായിരുന്നു. ട്രാക്ടറിൽ നമ്മൾ ഹിഞ്ച് ചെയ്തിട്ട് കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ഇംപ്ലിമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഘടിപ്പിക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഗ്രികൾച്ചർ യൂസിന് വേണ്ടി പല യൂസിന് വേണ്ടിയിട്ടുള്ള പലതരം ഇംപ്ലിമെന്റ്സ് ഉണ്ട്. ഓക്കെ, അതായത് നിലം ഉഴുതുമറിക്കാനായിട്ടുള്ള പ്ലൗവിങ് അതുപോലെയുള്ള ഇംപ്ലിമെന്റ്സ് ഉണ്ട്. അതുപോലെ വിത്ത് നടാനായിട്ട് ഇംപ്ലിമെന്റ്സ് ഉണ്ട്. ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ഇംപ്ലിമെന്റ്സ് ഉണ്ട്. ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ഇംപ്ലിമെന്റ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇംപ്ലിമെന്റ്സ് ഉണ്ട്. അതായത് നമ്മളൊരു മെഷീനറി അല്ലെങ്കിൽ ഒരു ഫാം എക്യുപ്മെന്റ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ട്രാക്ടറിനെ കണക്ട് ചെയ്യുന്ന ഫാം ഇംപ്ലിമെന്റ്സ് എന്ന് പറയും. ആ മെഷീനറീസിനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ ഫിഗറിൽ കാണും പോലെ പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെന്റ്സ് ഉണ്ട്, സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ്സ്, സോയിങ് ഇംപ്ലിമെന്റ്സ്, ഹാർവെസ്റ്റിംഗ് ഇംപ്ലിമെന്റ്സ്, പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ഇംപ്ലിമെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ്സ് ആണ്. അത് നമ്മൾ അഗ്രികൾച്ചറിലുള്ള യൂസ് എന്തൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. പ്രൈമറി ടില്ലേജ് ആൻഡ് സെക്കൻഡറി ടില്ലേജ്. ആദ്യം ടില്ലേജ് എന്താണെന്ന് പറയുക. ടില്ലേജ് എന്ന് വേറൊന്നുമില്ല, നമ്മൾ ഈ സോയിലിനെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ അതിനെ ഉഴുത് മറിച്ച് അല്ലെങ്കിൽ അതിനെ ഇളക്കി നമ്മൾ സോയിൽ ബെഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ടില്ലേജ് എന്ന് പറയുന്നത്. പ്രൈമറി ടില്ലേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സോയിൽ ടില്ലേജ് ആഫ്റ്റർ ദി ലാസ്റ്റ് ഹാർവെസ്റ്റ്. ഇപ്പോൾ ഹാർവെസ്റ്റ് കഴിഞ്ഞ ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ആ സോയിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നതിനാണ് പ്രൈമറി ടില്ലേജ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വിത്ത് പാകാൻ വേണ്ടി ബെഡ് ഒരുക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ടില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ തരിശായി കിടക്കുന്ന ഭൂമി അല്ലെങ്കിൽ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഭൂമിയെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ടില്ലേജ് ചെയ്യുന്നു. അതിനെയാണ് പ്രൈമറി ടില്ലേജ് എന്ന് പറയുന്നത്. സീഡ് ബെഡ് നമ്മൾ നിർമ്മിക്കുന്നതിന് സെക്കൻഡറി ടില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടില്ലേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇംപ്ലിമെന്റ്സ് ആണ് നമ്മൾ ട്രാക്ടറിൽ ഘടിപ്പിക്കുന്നത്, ആ മെഷീനറി എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കാം അല്ലെ. നമുക്കറിയാം എന്താണ് അതിന്റെ സോയിൽ സ്ട്രെങ്ത്. അതായത് തരിശായി കിടക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ നേരെയാക്കി എടുക്കുന്നു. ടു റീഅറേഞ്ച് അഗ്രിഗേറ്റ്സ്, ടു കവർ പ്ലാന്റ് മെറ്റീരിയൽസ് ആൻഡ് ബറി വീഡ്സ്. കളകളുണ്ടെങ്കിൽ അതിനെല്ലാം ഉഴുത് അതിനെ മണ്ണിന്റെ അടിയിലാക്കുക. ടു കിൽ ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ്. ഇതൊക്കെയാണ് പ്രൈമറി ടില്ലേജിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെന്റ്സ്, എന്തൊക്കെ ഇംപ്ലിമെന്റ്സ് ആണ് നമ്മൾ ട്രാക്ടറിൽ ഘടിപ്പിക്കുന്നത് പ്രൈമറി ടില്ലേജ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഉഴുതുമറിക്കുന്ന പ്ലവ്, കലപ്പ, നമ്മളത് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. വുഡൻ പ്ലവ്, സോയിൽ ടേണിംഗ് പ്ലവ്സ്, മോൾഡ് ബോർഡ് പ്ലവ്, ഡിസ്ക് പ്ലവ്, ടേൺ ബ്രസ്റ്റ് ഓർ റിവേഴ്സിബിൾ ഓർ വൺ വേ പ്ലവ്, സബ് സോയിൽ പ്ലവ്, ചിസൽ പ്ലവ്, റോട്ടറി പ്ലവ്, അങ്ങനെ കുറെ പ്ലവിങ് ആയിട്ടുള്ള ഇംപ്ലിമെന്റ്സ് ആണ് ഉള്ളത്. ബേസിക്കലി ഒരു നമ്മളെ കലപ്പ എന്തൊക്കെയാണ് അതിന്റെ പാർട്സ് എന്നുള്ളത് ഉണ്ട്. ഇതിന്റെ ഇവിടുത്തെ ഗ്രിപ്പ്, ദെൻ ഹാൻഡിൽ, ദിസ് ഈസ് കാൾഡ് ബീം, ദെൻ വെഡ്ജ്, ഷെയർ ആൻഡ് ബോഡി. ഷെയർ എന്ന് പറയുന്നത് ഈ ഒരു കർവേച്ചർ വരുന്ന നമ്മൾ ആ ഇവിടെ ബ്ലേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ബ്ലേഡിൽ നിന്നും ഇങ്ങോട്ട് ബോഡിയിലേക്ക് വരുന്ന ആ പാർട്ടിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രൈമറി ഒരു പ്ലൗവിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഇംപ്ലിമെന്റ്സ് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ കൺവെൻഷണൽ ടൈപ്പ് വുഡൻ പ്ലവ്. ഇൻഡിജീനിയസ് പ്ലവ് is an implement which is made of wood with an iron share point. അയൺ ആയിരിക്കും നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്. ഷെയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലേഡ് നേരത്തെ പറഞ്ഞില്ലേ, ഈ ഷെയർ പോയിന്റ് ബ്ലേഡ് ഈ സ്ഥലം ഇവിടെ നമ്മൾ കൂടുതലും എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, അയൺ ഷെയർ പോയിന്റ് മെറ്റൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇറ്റ് കട്ട്സ് എ വി ഷേപ്ഡ് ഫറോസ് ആൻഡ് ഓപ്പൺസ് ദ സോയിൽ ബട്ട് ദർ ഇസ് നോ ഇൻവേർഷൻ. നമ്മളിത് അറിയില്ല, പ്ലവ് ചെയ്യുമ്പോൾ അതങ്ങനെ സോയിലിനെ അത് എന്ത് ചെയ്യുന്നു, തുറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉഴുതുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് പ്ലഫിംഗ് ഓപ്പറേഷൻ ഈസ് also not perfect because some unploughed strip is always left between the furrows. അപ്പം ഇത് പഴയ ഒരു ടൈപ്പ് ആണ് വുഡൻ പ്ലവ്.
കാളകളെ പൂട്ടി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ എന്താണ് കുറെ ഇടം ഒഴിഞ്ഞു കിടക്കാനുള്ള സാധ്യത ഉണ്ട്. കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്ലവ് ചെയ്ത് പോകാനുള്ള സാധ്യത ഇല്ല. ഇനിയാണ് നമ്മുടെ ട്രാക്ടറിൽ ഘടിപ്പിക്കുന്ന തരത്തിലുള്ള പ്ലവുകൾ വരുന്നത്. ഫസ്റ്റ് വൺ, മോൾഡ് ബോർഡ് പ്ലവ്. The parts of mouldboard plough are frog or body, mold board or wing, share, land side, connecting rod, bracket. And it is generally used for deep tillage of land. ഇപ്പോൾ ഈ നമുക്ക് ഫിഗറിൽ കാണാവുന്ന പോലെ അത് ഈ മെറ്റലാണ് കംപ്ലീറ്റ്. ഷെയർ ഒക്കെ മെറ്റലാണ്, ബോഡി, അതുപോലെ തന്നെ ഒരു വിങ് ഉണ്ട്, കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ഈ കണക്റ്റിംഗ് റോഡ് ഇങ്ങനെയൊക്കെ അറിയാം. ഇത് ഹിഡ്ജാണ്, നമ്മുടെ ട്രാക്ടറിൽ കൊടുക്കുന്ന ഹിഡ്ജാണ്. അപ്പൊ ഇതാണ് ഒരു മോൾഡ് ബോർഡ് പ്ലവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ഡീപ്പ് ടില്ലേജ്, അത് ഡീപ്പായിട്ട് ഉഴുതു മറിക്കാൻ വേണ്ടി. ടു ഹെൽപ്പ് ടേൺ ഓവർ ദി അപ്പർ ലെയർ ഓഫ് ദി സോയിൽ, ബ്രിങ്ങിങ് ഫ്രഷ് ന്യൂട്രിയൻസ് ടു ദ സർഫസ്. താഴെ എന്താണ് നല്ല അപ്പർ ലെയർ, താഴെ നിന്ന് ഇങ്ങനെ ഇളക്കി അപ്പർ ലെയർ സോയിൽ കൊണ്ടുവന്ന് ന്യൂട്രിയൻസിനെല്ലാം നമ്മൾ സർഫസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വൈൽ ബെറിയിങ് വീഡ്സ് ആൻഡ് റിമൈൻസ് ഓഫ് പ്രീവിയസ് ക്രോപ്പ്. അപ്പൊ ഇങ്ങനെ ഇളക്കി മറിക്കുന്നതോടൊപ്പം താഴെയുള്ള ന്യൂട്രിയൻസ് മുകളിൽ കൊണ്ടുവരികയും അതോടൊപ്പം കഴിഞ്ഞ് നമ്മൾ എന്താണ് പ്രീവിയസ് ഹാർവസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വീടും അതിന്റെ എന്താണ് റിമൈനിങ്സും എല്ലാം എന്ത് ചെയ്യുന്നു, മണ്ണിന്റെ അടിയിലേക്ക് അതിനെ മൂടുകയും ചെയ്യുന്നു. It also aerates the soil, allows it to hold moisture better and is tough to withstand heavy loads. അപ്പം ഈ മണ്ണ് ഇളക്കുന്നത് തന്നെ എന്താണ്, മണ്ണിന് എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മണ്ണ് എയറേഷനും അതുപോലെ മോയ്സ്ചറൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഈ തരത്തിലുള്ള പ്ലോവിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് പ്ലോ. നമുക്ക് ഫിഗറിൽ കാണാം, നമുക്ക് പിക്ചറിൽ കാണാം, ഡിസ്ക് ടൈപ്പ് ആണ് അല്ലെ. ദ ഡിസ്ക് പ്ലോ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ലാൻഡ് ഇൻ വിച്ച് ദർ ഈസ് മച്ച് ഫൈബ്രസ് ഗ്രോത്ത് ഓഫ് വീഡ്സ് ആസ് ദ ഡിസ്ക് കട്ട്സ് ആൻഡ് ഇൻകോപ്പറേറ്റ്സ് ദ വീഡ്. ഫൈബ്രസ് ആയിട്ടുള്ള കളകൾ ഉള്ളിടത്താണെങ്കിൽ നമ്മൾ മറ്റേതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡിസ്ക് ആണ്. ഇത് കംപ്ലീറ്റ് ഇത് കട്ട് ചെയ്ത് വീടിനെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. ദ ഡിസ്ക് പ്ലോ വർക്ക്സ് വെൽ ഇൻ സോയിൽസ് ഫ്രീ ഫ്രം സ്റ്റോൺസ്. ഈ ഒരു കാര്യം കൂടെ ആലോചിക്കണം, സ്റ്റോൺ ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ക് പ്ലോവ് യൂസ് ചെയ്യണം. Then rotary plough. Rotary plough cuts the soil and pulverizes it. സോയിലിനെ കട്ട് ചെയ്ത് നമുക്ക് ഫിഗറിൽ കണ്ടറിയാം, കട്ട് ചെയ്ത് പൾവറൈസ് എന്ന് വെച്ചാൽ അതിനെ കൂടുതൽ പൊടിച്ച് ഫൈൻ ഗ്രൈൻഡഡ് സോയിൽസ് ആകുന്നു. ദ കട്ടിംഗ് ഓഫ് സോയിൽ ഈസ് ഡൺ ബൈ either blades or tines. ഇതാണ് അതിന്റെ ബ്ലേഡ്സ് ഓർ ടൈൻസ് എന്ന് പറയുന്നത്. ടൈൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ടുള്ള നൈഫ് മോഡൽ, ഇതിനെയാണ് നമ്മൾ ടൈൻസ് എന്ന് പറയുന്നത്. റോട്ടറി ടൈൻസ് ആണ് ഇവിടെ ഉള്ളത്. ദ ബ്ലേഡ് ടൈപ്സ് ആർ വൈഡ്ലി യൂസ്. കൂടുതൽ നമ്മൾ ബ്ലേഡ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ഡെപ്ത് ഓഫ് കട്ട് ഈസ് അപ് ടു 12 to 15 സെന്റിമീറ്റർ. റോട്ടറി പ്ലവിന്റെ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് 12 മുതൽ 15 സെന്റിമീറ്റർ ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലൈറ്റ് സോയിൽസ്. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ സബ്സോയിൽ പ്ലവ്. അതായത് മുകളിലുള്ള സബ്സോയിൽ മാത്രം, വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല, സബ്സോയിൽ മാത്രം ഇളക്കിയെടുക്കുന്ന ഒരു പ്ലവിങ് ടൈപ്പ് ഇംപ്ലിമെന്റ് ആണ് സബ്സോയിൽ പ്ലവ് എന്ന് പറയുന്നത്. സബ്സോയിൽ പ്ലവ് ഈസ് ഡിസൈൻ ടു ബ്രേക്ക് അപ്പ് ഹാർഡ് ലേയേഴ്സ് ഓർ പാൻസ് വിത്തൗട്ട് ബ്രിങ്ങിങ് ദം ടു സർഫസ്. നമ്മൾ ഹാർഡ് ലേയേഴ്സ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നു, പക്ഷെ സർഫസിലേക്ക് കൊണ്ടുവരാതെ കൂടുതൽ എന്ത് ചെയ്യുന്നു, സർഫസിൽ കൊണ്ടുവരാതെ സബ്സോയിലിൽ മാത്രം പ്ലവിങ് ചെയ്യുന്നു. The body of the subsoil plough is wedge shape. കണ്ടോ, നമുക്ക് ഫിഗറിൽ കണ്ടറിയാം, വെഡ്ജ് ഷേപ്ഡ് ആണ്, നാരോ ആണ്. while the share is wide. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഭയങ്കര വൈഡ് ആണ്. ഉണ്ടോ, അത് കഴിഞ്ഞ് വരുന്നത് വളരെ വൈഡ് ആണ്. so as to shatter the hard pan and making only a slot on the top surface. ടോപ്പ് സർഫസിൽ ഒരു സ്ലോട്ട് മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് ഉഴുതു മറിക്കുന്ന ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ സബ്സോയിൽ പ്ലോ എന്ന് പറയുന്നത്. ഇതാണ് ഇത്രയും നമ്മൾ കണ്ടതാണ് എന്താണ് പ്രൈമറി ടില്ലേജ്. നമ്മളൊന്ന് എന്താണ് ഉറങ്ങിക്കിടക്കുന്ന മണ്ണിനെ എന്ന് പറയാല്ലേ, നമ്മളെന്താണ് ആ ഒരു ഹാർവസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന മണ്ണിനെ ഒന്ന് ഇളക്കി മറിച്ച് നമ്മൾ ഒരു ഉണർത്തിയെടുത്തു അല്ലെ. എയറേഷനും മറ്റു കാര്യങ്ങളും വീടും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. ന്യൂട്രിയൻസിനെയൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്ന് വീടിനെയൊക്കെ താഴെയാക്കി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ പക്ഷെ ഇപ്പോഴും എന്തായിട്ടില്ല, കൃഷി ഇറക്കാനായിട്ട് അല്ലെങ്കിൽ സീഡ് പാകാനായിട്ടുള്ള ആയിട്ടില്ല. അതിനാണ് നമ്മൾ രണ്ടാമത് ഒരു ടില്ലേജ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സെക്കൻഡറി ടില്ലേജ് എന്ന് പറയും.
Okay. Secondary tillage consists of conditioning the soil to meet the different tillage objectives of the farm. These operations consume less power per unit area compared to പ്രൈമറി ടില്ലേജ് ഓപ്പറേഷൻ. കാരണം ഇളക്കി മറിച്ചിട്ടേക്കണേ. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, പവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം വരണ്ട് കിടക്കുന്ന ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിടക്കുന്ന സോയിലിനെ ഇളക്കി മറിക്കാനാണ് കൂടുതൽ പവർ വേണ്ടത്. അപ്പൊ പ്രൈമറി ടില്ലേജിനാണ് കൂടുതൽ പവർ വേണ്ടത്. പക്ഷെ ഇവിടെ അത്ര പവർ വേണ്ട, കാരണം ഓൾറെഡി എന്ത് ചെയ്തേക്കാണ്, പ്ലവ് ചെയ്തേക്കണം. ഈ ടില്ലേജ് ചെയ്ത് കഴിഞ്ഞ ഒന്നിന്റെ മുകളിലാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്? ഇംപ്രൂവ് സോയിൽ ടിൽറ്റ് ആൻഡ് പ്രിപ്പയർ എ സീഡ് ബെഡ്. നമ്മൾ കൃഷി ഇറക്കാൻ പാകമാകുന്ന രീതിയിൽ സീഡ് ബെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മാനിപ്പുലേറ്റ് പ്ലാന്റ് റെസിഡ്യൂസ് ആൻഡ് ഫാം വേസ്റ്റ്, manage water and air in the soil, control weeds and soil-borne insect pests and diseases, establish a surface layer which prevents wind and soil erosion. ഇത് നമ്മൾ അതിന്റെ ടോപ്പ് സർഫസ് നമ്മൾ ക്ലീൻ ആക്കിയാണ്. എന്തെങ്കിലും വീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ, ഇൻസെക്റ്റിനെ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ, അതുപോലെ തന്നെ സീഡ് ബെഡ് ഉണ്ടാക്കാൻ, ഒരു സർഫസ് ലെയർ ക്രിയേറ്റ് ചെയ്യാൻ, ഇതൊക്കെയാണ് നമ്മൾ ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിന് യൂസ് ചെയ്യുന്ന ഇംപ്ലിമെന്റ്സ്, സെക്കൻഡറി ടില്ലേജിന് യൂസ് ചെയ്യുന്ന ഫാം ഇംപ്ലിമെന്റ്സ് എന്തൊക്കെയാണ്, മെഷീനറീസ് എന്തൊക്കെയാണ്? ഇവിടെ കൂടുതലും നമുക്ക് കാണാം ഹാരോ എന്നാണ് പറയുന്നത്. പ്രൈമറി ടില്ലേജിൽ നമ്മൾ പ്ലൗസ് എല്ലാത്തിൻ്റെയും കൂടെ പ്ലൗ ആയിരുന്നു അല്ലെ, പ്ലൗസ്. ഇവിടെയാണ് പറയുന്നത് ഹാരോ ആണ്. വി ആർ യൂസിങ് ഹാരോ, ഡിസ്ക് ഹാരോ, സ്പൈക്ക് ടൂത്ത് ഹാരോ, സ്പ്രിംഗ് ടൂത്ത് ഹാരോ, ആക്മെ ഹാരോ, പറ്റേല, ട്രയാങ്കുലർ ഹാരോ, ബ്ലേഡ് ഹാരോ, ഗുൻറ്റാക്ക, റെസിപ്രോക്കേറ്റിംഗ് പവർ ഹാരോ, ഇങ്ങനെയുള്ള ഇംപ്ലിമെന്റ്സ് ആണ് നമ്മൾ സെക്കൻഡറി ടില്ലേജ്. അപ്പൊ ഹാരോ എന്ന് പറയുന്ന വാക്ക് കണ്ടാൽ നമ്മൾ ആലോചിക്കുക അത് സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ് ആണ്. പ്ലൗ എന്ന വാക്ക് കണ്ടാൽ ആലോചിക്കുക, മനസ്സിലാക്കുക അതെന്താണ്, പ്രൈമറി ടില്ലേജ് ആണ്. ഹാരോ ഇതാണ്, നമ്മൾ ആ ഫിഗർ കണ്ടാൽ മനസ്സിലാക്കുക. ഹാരോ ഇസ് എ സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ് that cuts the soil to a shallow depth for smoothening and pulverizing, cuts the weeds and to mix the minerals with the soil. ഇതൊരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ പോയിന്റഡ് ആണ്, മറ്റതുപോലെ അല്ല, പോയിന്റഡ് ആണ്. ഇത് ഇങ്ങനെ സോയിലിന് എന്ത് കൂടുതൽ സ്മൂത്തനിങ്ങും കൂടുതൽ പൾവറൈസേഷൻ, അത് പൊടിച്ച് മണ്ണിനെ ഫൈൻ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ് ആണ് ഹാരോ. ഇനി ഡിസ്ക് ഹാരോ ഉണ്ട്, ഫിഗർ കണ്ടാൽ ഡിസ്ക് ടൈപ്പ് ആണ്. ഡിസ്ക് ടൈപ്പിൽ നമ്മൾ ഗിയർ കട്ട് ചെയ്യും പോലത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഇറ്റ് ഈസ് എ ഹാരോ വിച്ച് പെർഫോംസ് ദി ഹാരോയിങ് ഓപ്പറേഷൻ ബൈ മീൻസ് ഓഫ് എ സെറ്റ് ഓർ എ നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് റൊട്ടേറ്റിംഗ് ഫ്ലാറ്റ് ഡിസ്ക്, ഈച്ച് സെറ്റ് ബീം മൗണ്ടഡ് ഓൺ എ കോമൺ ഷാഫ്റ്റ് അല്ലെ. ഇവിടെ രണ്ട് കോമൺ ഷാഫ്റ്റ് ഉണ്ട്, രണ്ട് കോമൺ ഷാഫ്റ്റിലായിട്ടാണ് ഒരു നമ്പർ ഓഫ് സെറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ഫ്ലാറ്റ് ഡിസ്ക് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഡിസ്ക് ആർ മൗണ്ടഡ് ഓൺ 1, 2 or more axles which may be set at a variable angle of the line of motion. പല ഒരു പ്രത്യേക ആംഗിളിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം നോക്കിയാൽ നമ്മൾ ഇത് ഇവിടെ എന്ന് പറയുന്ന ട്രാക്ടറിന്റെ ഹിഞ്ച് ഘടിപ്പിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു കർവേച്ചർ ഫോമിൽ ഒരു പ്രത്യേക ആംഗിളിലാണ് പലതും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും പല രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടില്ലേജ് ചെയ്യാൻ പറ്റും. ഇറ്റ് കട്ട്സ് ദ ലംസ് ഓഫ് സോയിൽ, ക്ലോട്ട്സ് ആൻഡ് റൂട്ട്സ്. സോയിലിന്റെ കട്ട പിടിച്ച് കിടക്കുന്ന സോയിലിനെ പൊട്ടിക്കാൻ, ക്ലോട്ട്സ് എന്ന് പറയുന്നത് ഇതിനെ കട്ട പിടിച്ചിരിക്കുന്ന ഈ ക്ലേ ടൈപ്പ് ക്ലേ പോലത്തെ മണ്ണ് കട്ട പിടിച്ചിട്ട് ഉണ്ടാകുന്നതിനാണ് ക്ലോട്ട്സ് എന്ന് പറയുന്നത്. ഈ ക്ലോട്ട്സിനെ പൊടിച്ച് കളയാൻ, എന്തെങ്കിലും റൂട്ടുകൾ ഉണ്ടെങ്കിൽ പഴയ ഹാർവെസ്റ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും ചെടിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഹാർവെസ്റ്റിന്റെ എന്തെങ്കിലും വേസ്റ്റോ ഇതൊക്കെ റൂട്ട്സ് ഒക്കെ കിടക്കുകയാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയാൻ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്ക് ഹാരോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്പൈക്ക് ടൂത്ത് ഹാരോ. ഫിഗർ കണ്ടാൽ സ്പൈക്ക് ടൂത്ത് ഹാരോ, സിംഗിൾ പോയിന്റഡ് മെറ്റൽ പീസ്. It is a harrow with a peg-shaped teeth of diamond cross-section to a triangular frame. ഒരു triangular frame-ലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് കണ്ടോ. It is used to break the clod, stir the soil, uproot the weeds, level the ground, break the soil and cover the seeds. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡറി ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ലോഡ് പൊട്ടിക്കുന്നുണ്ട്, അതായത് കട്ട പിടിച്ചിരിക്കുന്നതിനെ പൊട്ടിക്കുന്നുണ്ട്, സോയിലിനെ ഇളക്കുന്നുണ്ട്, വീഡ്സിനെ അപ്രൂട്ട് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ലെവൽ ചെയ്ത് പോകുന്നത്. ബ്രേക്ക് ദ സോയിൽ, നേരത്തെ പറഞ്ഞ സോയിലിനെ ഇളക്കുന്നുണ്ട്. കവർ ദ സീഡ്സ്, സീഡ്സ് നമ്മൾ വിട്ടതിന് ശേഷമാണ്
സീഡ്സ് വെറുതെ ഒന്ന് വിതറിയതിന് ശേഷം ഈ സ്പൈക്ക് ടൂത്ത് ഹാരോ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ മണ്ണ് ഇങ്ങനെ ഇളക്കി അതിന്റെ മുകളിൽ ഇട്ടിട്ട് കവർ ചെയ്ത് പോകും. ഇതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. Its principle is to smoothen and level the soil directly after ploughing. Ploughing ആണ്. അപ്പം പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ സ്മൂത്തൻ ചെയ്യുക. അതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Spike tooth harrows may be of rigid type and flexible type. Tractor drawn harrows are usually flexible type. Tractor flexible type ആണ് നമ്മൾ കൂടുതൽ ഈ harrow implement ആയിട്ട് യൂസ് ചെയ്യുന്നത്. It got the advantage of being turned up for transporting purpose. This harrow mainly consists of teeth, tooth bar frame, clamp, guard, braces, levers and hooks. അതായത് ഈ ഫ്രെയിം ഇത് ടീത്ത് ആണ്. ടീത്ത് ഒരു ഫ്രെയിമിലാണ് കൊടുക്കുന്നത്. ടൂത്ത് ബാർ ഫ്രെയിം എന്ന് പറയും. ഇത് പിന്നെ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീല് കൊടുത്തിട്ടുണ്ട്. കാരണം വളരെ വൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ സപ്പോർട്ടിങ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വീലുണ്ട്. ദെൻ ക്ലാമ്പ്, അതിന് ഗാർഡ് ഉണ്ട്, ലിവർ, ഹൂക്ക്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് സ്പൈക്ക് ടൂത്ത് ഹാരോ. ഇനി വരുന്നത് സ്പ്രിംഗ് ടൂത്ത് ഹാരോ. നിങ്ങൾക്കറിയാം ഒരു ഫ്ലെക്സിബിൾ ടീത്ത് ആണ്, കണ്ടാൽ അറിയാം. ഇറ്റ് ഈസ് എ ഹാരോ വിത്ത് ടഫ് ഫ്ലെക്സിബിൾ ടീത്ത് suitable to work in hard and stony soil. ടഫ് ഫ്ലെക്സിബിൾ ടീത്ത് ആണ്. ഹാർഡ് ആയിട്ടുള്ള ഈ കല്ലുകൾ നിറഞ്ഞ സോയിലിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്പ്രിംഗ് ടൂത്ത് ഹാരോ ആണ്. അത് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഇല്ല. മറ്റത് ഫിക്സഡ് ആണ്, നേരത്തെ പറഞ്ഞ സ്പൈക്ക്. Spring tooth harrow is fitted with the springs having loops of elliptical shape. നമുക്ക് ഫിഗർ കണ്ടാൽ അറിയാം. സ്പ്രിംഗ് ആണ്, എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. It gives a spring action in working condition. It is used in the soil when obstruction like stone, roots and weeds are hidden below the ground surface. Ground surface താഴെ സ്റ്റോണ്, എന്തെങ്കിലും റൂട്ട്, വീട് ഇതൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ സ്പൈക്ക് ശരിയാവില്ല. നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്പ്രിംഗ് ടൂത്ത്. അപ്പോൾ സ്പ്രിംഗ് ആക്ഷൻ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ എന്ത് കേടുപാടില്ലാതെ നമുക്ക് ഈ ഒരു ഹാരോയിങ് പ്രോസസ്സ് നടക്കും. This type pulverizes the soil and helps in killing weeds. The levers are provided for setting the tooth for varying the depth. ലിവർ ഉണ്ട്, നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡെപ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മൾ ലിവർ കൊടുത്തിട്ട് ചിലപ്പോൾ ചിലയിടത്ത് നമുക്ക് ഡെപ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറ്റി അത് ചെറിയ ഹൈറ്റിന് ഡെപ്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. For light harrowing, the adjustment is done in slanting position. Light harrowing നമ്മളത് സ്ലാൻഡിങ് പൊസിഷൻ, ലൈറ്റ് ഹാരോയിങ് അഡ്ജസ്റ്റ്മെന്റ് സ്ലാൻഡിങ് പൊസിഷനിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിനെല്ലാം നമുക്ക് ലിവർ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ആക്മെ ഹാരോ എന്ന് പറയാം. ആക്മെ ഹാരോ എന്ന് പറയുന്ന ഒരു നൈഫ് ഹാരോ. നമുക്ക് കണ്ടായിരുന്നു ഒരു നൈഫിന്റെ രീതിയിലുള്ള ഷേപ്പിലാണ് ഇരിക്കുന്നത്. ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി നൈഫ് ബ്രേക്സ് ദി സോയിൽ ആൻഡ് ക്രഷസ് ദി ക്ലോസ്. സോയിലിനെ ബ്രേക്ക് ചെയ്ത് കട്ട പിടിച്ചിടക്കുന്നതിനെ ക്രഷ് ചെയ്തുകൊണ്ട് പോകുന്നു. ദിസ് ഹാരോ ഒബ്റ്റെയിൻസ് എ ഗുഡ് പൾവറൈസേഷൻ. മണ്ണിനെ കൂടുതൽ പൊടിച്ച് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ആക്മെ ഹാരോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നൈഫ് ഹാരോ. അതിന്റെ ഷേപ്പ് കണ്ടാൽ അത് നൈഫ് പോലെ, വെട്ടുകത്ത് പോലെ അല്ലെങ്കിൽ കത്തി പോലെ ഇരിക്കുന്ന ഹാരോ. നെക്സ്റ്റ് പറ്റേല ഹാരോ. പറ്റേല ഹാരോ എന്ന് പറയുന്ന ഫ്ലാറ്റ് ആണ്. ഇറ്റ് ഈസ് എ വുഡൻ പ്ലാങ്ക് യൂസ്ഡ് ഫോർ സ്മൂത്തനിങ് ദ സോയിൽ ആൻഡ് ക്രഷിംഗ് ദ. അപ്പം ഇത് നോക്കിയാൽ അറിയാം, ഇതൊരു ഫ്ലാറ്റ് ബെഡാണ്. വുഡാവാം മെറ്റലാകാം, കൂടുതൽ യൂസ് ചെയ്യുന്നത് വുഡാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ടി വിയിലും മറ്റു വീഡിയോസ് കണ്ടിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നുകൊണ്ട് നമ്മൾ ഇതിനെങ്ങനെ തെളിയിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇപ്പം ഈ പറ്റേല ഹാരോയിൽ വേറെ സംഭവം കൂടെ ഉണ്ട്. ഈ ഫ്ലാറ്റ് ബെഡിൽ നമ്മൾ അതിന്റെ ഏറ്റവും എൻഡിൽ ഇവിടെ കണ്ടോ, ഇവിടെ സ്പൈക്ക് കുറച്ച് വളച്ച് വെച്ചിട്ടുള്ള സ്പൈക്സ് ഉണ്ട്. അതായത് വീടിനെയൊക്കെ നശിപ്പിച്ച് ഇളക്കി കൊണ്ടുപോകാനുള്ള തരത്തിലാണ്. അപ്പോൾ ഇത് സോയിലിനെ സ്മൂത്ത് ചെയ്യാനും വീഡ്സിനെ ക്രഷ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ബ്രേക്കിംഗ് ക്ലോത്ത്സ്, പാക്കിംഗ് ആൻഡ് ലെവനിങ് ദ പ്ലഫ്ഡ് സോയിൽ ആൻഡ് ടു റിമൂവ് ദി വീഡ്സ്. The cutting edge levels and packs the soil and the curved hook. ഞാൻ പറഞ്ഞത് അതായത് ഈ കർവ്ഡ് ഹൂക്ക് എന്തിനാ യൂസ് ചെയ്യുന്ന? അപ്രൂട്ട് ആൻഡ് കളക്ട് ദി വീഡ്സ്. ഇത് കുറേ ദൂരം പോകുമ്പോൾ ഈ വീഡ്സ് ഉണ്ടെങ്കിൽ അതിനെ അപ്രൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ വളച്ചു വെച്ചേക്കല്ലേ, കർവായിട്ട് ഒഴിക്കൊണ്ട് ഈ കുറേ വീഡ്സ് ഒക്കെ അതിൽ തന്നെ കളക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരും. ഇത് അതിന്റെ കൂടെ വരുന്നതായിരിക്കും. ഇതാണ് പട്ടേല ഹാരോ എന്ന് പറയുന്നത്. ഇനി ട്രയാങ്കുലർ ഹാരോ ഉണ്ട്. പേര് പോലെ തന്നെ ട്രയാങ്കുലർ ഫ്രെയിമിന്റെ അകത്ത് നമ്മൾ സ്പൈക്ക് ടൂത്ത് വെച്ചിട്ടുണ്ട്. It is a frame made of wood or metal and pointed spikes are fitted in the
ഫ്രെയിം ഫിഗർ കണ്ടറിയുന്നത്. ഈ ഫ്രെയിമിൽ ഓരോ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, സ്പൈക്ക് ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. The teeth of the spikes are fixed and not adjustable. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളി ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഒന്നുകിൽ വെൽഡ് ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. The levers are provided for setting the teeth for varying the ഡെപ്ത് ഓഫ് ഹാരോ. അപ്പം ലിവേഴ്സും ഉണ്ട്. ആ ലിവേഴ്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രെയിം നമുക്ക് മൊത്തത്തിൽ ഡെപ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. ബ്ലേഡ് ഹാരോ. ഇറ്റ് ഈസ് യൂസ് ടു പ്രിപ്പയർ സീഡ് ബെഡ്സ് മോസ്റ്റ്ലി ഇൻ ക്ലേ സോയിൽ. ബ്ലേഡ് ഹാരോ നമ്മൾ ക്ലേ നിറഞ്ഞ മണ്ണ് ഉള്ള സ്ഥലങ്ങൾ നമ്മൾ സീഡ് ബെഡ് പ്രിപ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ലൈക്ക് എ സ്വീപ്പ്, തുറപ്പ് പോലെയാണ്. നമ്മൾ അതിൻ്റെ ഫിഗർ കണ്ടാൽ അറിയാം. നമുക്കൊരു ഫ്ലാറ്റ്, ആദ്യം ഫ്രണ്ടിൽ നൈഫ് പോലെ ഉള്ളതുകൊണ്ട് ബാക്കിൽ നിന്നാണ് ഫ്ലാറ്റ് ആയിട്ട്, അങ്ങനെ നമ്മൾ സ്വീപ്പ് ചെയ്തുകൊണ്ട് പോകും. വിച്ച് മൂവ്സ് ഇൻ ടു ടോപ്പ് സർഫസ് ഓഫ് ദ സോയിൽ വിത്തൗട്ട് ഇൻവേർട്ടിങ് ദ സോയിൽ. ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് ഇളക്കിക്കൊണ്ട് അങ്ങ് പോകും. സോയിലിനെ ഇങ്ങനെ ഇളക്കി മറിച്ചിടില്ല, പക്ഷെ പകരം എന്താണ്, അതിന്റെ മുകളിലുള്ള സർഫസിനെ ഇങ്ങനെ ഇളക്കി അതിനെ ഇങ്ങനെ സർഫസിനെ റിമൂവ് ചെയ്തുകൊണ്ട് അങ്ങ് പോകും. ദെൻ ഗുൻടാക്ക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, ഗുൻടാക്കയാണോ ഗൻടാക്കയാണോ എന്ന് അറിയത്തില്ല. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലേഡ് ഹാരോ. നേരത്തെ പറഞ്ഞ പോലത്തെ ബ്ലേഡ് ഹാരോയുടെ വേറെ ടൈപ്പാണ്, പക്ഷെ ഇത് ഫ്ലാറ്റ് ആണ്, കംപ്ലീറ്റ് ഒരു ഫ്ലാറ്റ് ബെഡാണ്. ഇറ്റ് ഈസ് ആൻ ഇംപ്ലിമെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 1 or more blades attached to the frame or beam. ഒരു ഫുൾ ഫ്രെയിമിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള 1 or 2 നൈഫുകൾ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷാലോ വർക്കിംഗ് ഓഫ് ദ സോയിൽ വിത്ത് മിനിമം സോയിൽ. ഇത് മറ്റതുപോലെ തന്നെ ഷാലോ, എന്താണ്, സോയിലിനെ കൂടുതൽ ഇളക്കി മറിച്ചിടത്തില്ല, പക്ഷെ അതിനെ കട്ട് ചെയ്ത് സർഫസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഷാലോ വർക്കിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു പ്രിപ്പയർ ദ സീഡ് ബെഡ് മോസ്റ്റ്ലി ഇൻ ക്ലേ സോയിൽ. മറ്റേത് പറഞ്ഞതുപോലെ തന്നെ ക്ലേ സോയിലാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. The function of Gundaka is the same as that of the blade harrow. Blade harrowയുടെ സെയിം ഇത് തന്നെ, വളരെ സിംഗിൾ ആയിട്ടുള്ള ബ്ലേഡിന് പകരം ഇവിടെ ഒറ്റ ഫ്ലാറ്റ് ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലേഡ് ഘടിപ്പിക്കുന്നു. റെസിപ്രോക്കേറ്റിംഗ് പവർ ഹാരോ. ഇത് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതിന് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടായിരിക്കും. അതിങ്ങനെ തന്നെ താഴെ ഇങ്ങനെ അതിന് ഹാരോയിങ് ആക്ഷൻ ടില്ലേജ് ചെയ്തുകൊണ്ട് പോകും. ഇറ്റ് ഈസ് എ ഹാരോ ഫിറ്റഡ് വിത്ത് റിജിഡ് ടൈൻസ് ഡ്രിവൺ ബൈ ദ പവർ ടേക്ക് ഓഫ് ഇൻ എ reciprocating transverse or rotary motion as the machine moves forward. It has 2 horizontal oscillating arms having staggered pegs in 2 rows at 200 mm spacing. 200 mm സ്പേസിംഗിലാണ് ഓരോ എന്താണ് ഈ പെഗുകൾ അല്ലെങ്കിൽ അതിനുള്ള ബ്ലേഡുകൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. is an implement for breaking up and smoothing out the surface of the. ഇങ്ങനെ വൈബ്രേഷൻ മോഡിലാണ് ഇത് പോകുന്നത്. വൈബ്രേഷൻ ഇങ്ങനെ കുത്തി നമ്മൾ എന്തായാലും അതിന്റെ ടോപ്പ് സർഫസിനെ സ്മൂത്ത് ചെയ്യുന്ന ഒരു ടൈപ്പ് ഹാരോ ആണ് റെസിപ്രോക്കേറ്റിംഗ് പവർ ഹാരോ. ഇനി ബണ്ട് ഫോർമർ, പേര് പോലെ തന്നെ ബണ്ട് നിർമ്മിക്കാനുള്ള ഒരു എന്താണ് ഇംപ്ലിമെന്റ് ആണ് ബണ്ട് ഫോർമർ. നമ്മൾ ബണ്ട് നിർമ്മിച്ച് അല്ലെങ്കിൽ റിഡ്ജസ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബണ്ട്സ് ഓർ റിഡ്ജസ് ബൈ കളക്ടിങ് ദ സോയിൽ. സോയിലിനെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഇത് കണ്ടറിയാം, നമുക്ക് സോയിലിനെ കളക്ട് ചെയ്ത് നമ്മൾ ഏറ്റവും റിയർ എൻഡിലുള്ള ഷേപ്പിലേക്കാണ് നമ്മൾ വരുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ വൈഡാണ്, ഇതിങ്ങനെ സോയിലിനെ കളക്ട് ചെയ്ത് ഈ ഡിസ്റ്റൻസ് കണ്ടല്ലോ, ഇത്രയും ഡിസ്റ്റൻസിൽ എന്നുള്ള എന്തുണ്ടാക്കുന്നു, റിഡ്ജസ് അല്ലെങ്കിൽ ബണ്ട് ഉണ്ടാക്കും. നമുക്ക് ഈ ലിവറിനനുസരിച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ആ ബണ്ടിന്റെ വിഡ്ത്ത് നമുക്ക് സൈസ് നമുക്ക് മാറ്റാൻ കഴിയും. ബണ്ട്സ് ആർ റിക്വയർഡ് ടു ഹോൾഡ് വാട്ടർ ഇൻ ദ സോയിൽ, ദെയർബൈ വൺ ക്യാൻ കൺസേർവ്. ബണ്ട് യൂസ് ചെയ്യുന്ന എന്തിനാണ് നമുക്ക് വെള്ളം നിർത്താൻ വേണ്ടി, നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഈ റിഡ്ജസ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് സീഡ് പ്ലാന്റ് ചെയ്യാം. അങ്ങനെയുള്ള യൂസിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ബണ്ട്. The size of the bund former is determined by measuring the maximum horizontal distance between the 2 rear ends of the farming board. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബണ്ട് നമുക്ക് സൈസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ റിയർ എൻഡിലുള്ള മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബണ്ട് എത്ര വീതിയിൽ വേണം, വിഡ്ത്തിൽ വേണമെന്നനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്, ഈ റിയർ എൻഡിലുള്ള. ഇപ്പോൾ ഒരടി എന്താണ് വിഡ്ത്തുള്ള ഒരു ബണ്ടാണ് വേണ്ടെങ്കിൽ ഇത് 1 അടി ആയിരിക്കണം. അപ്പോൾ 1.5 അടി ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യണം, അതിന് അല്പം കൂടെ 1.5 അടിയിൽ നമ്മൾ ഈ റിയർ എൻഡിലുള്ള മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാറ്റണം. അപ്പോൾ അതങ്ങനെയാണ് ഇതിന്റെ സൈസ് നമ്മൾ പറയുന്നത് ബണ്ട് ഫോർമർ.
ഇനി ഒരു ഇംപ്ലിമെന്റ് എന്ന് പറയുന്നത് റിഡ്ജർ. It is an implement importantly used to form ridges required for sowing raw crop seeds and plants in well tilted soil. വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു വിത്ത് പാകാൻ വേണ്ടി നടുക്കൊരു നമ്മളൊരു ഇത് കൊടുക്കുമല്ലോ, റിഡ്ജ് കൊടുക്കുമല്ലോ, കുഴി പോലെ ചെറിയ കുഴി, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഇളക്കി സീഡ് പാകാൻ വേണ്ടി, സീഡ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുഴിയാണ് നമ്മൾ മൺവെട്ടി വെച്ച് ചെറിയ ചെറിയ കുഴി കുഴിക്കുന്നതൊക്കെ നീണ്ട് ഒരു നമ്മളെന്തൊരു ചാനൽ പോലെ നമ്മൾ കുഴി ഒഴിക്കണേ നമ്മൾ റിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിഡ്ജസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇംപ്ലിമെന്റ് ആണ് റിഡ്ജർ. The ridger is also used for forming field or channels, earthing up and similar other operations. Ridger is also known as ridging plough. Ridging plough എന്ന് ഇതിനെ അറിയുന്നു. ലെവലർ, പേര് പോലെ തന്നെ ഗ്രൗണ്ട് ലെവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇംപ്ലിമെന്റിനെയാണ് ലെവലർ. ഫിഗറിൽ കാണാം. Leveling work is carried out to modify the existing contours of land so as to achieve certain objectives desired for efficient agricultural production. എന്തിനാണ് ലെവലിംഗ് ചെയ്യുന്നത്? എഫിഷ്യന്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇറിഗേഷൻ വാട്ടർ, strain, improved surface drainage, minimum soil erosion, increased conservation of rainwater, especially on dry land, provision of an adequate field size and even topography for efficient mechanization. എന്താണ് നമ്മൾ എന്തിനാണ് ലെവലിംഗ് ചെയ്യുന്നതിനുള്ള ഒബ്ജക്റ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കേണ്ട ലെവലർ എന്ന് വെച്ചാൽ എന്താണ്? പല കോണ്ടോർസ് അല്ലെ പല ഷേപ്പിൽ കിടക്കുന്ന ലാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെവലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇംപ്ലിമെന്റ് ആണ് ലെവലർ എന്ന് പറയുന്നത്. ഇനി വേറൊന്ന് കൾട്ടിവേറ്റർ. ഇതാണ് നമ്മുടെ ടില്ലേജിന്റെ ഇംപ്ലിമെന്റിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കൾട്ടിവേറ്റേഴ്സ്. ഇറ്റ് ഈസ് ആൻ ഇംപ്ലിമെന്റ് ഫോർ ഇന്റർ കൾട്ടിവേഷൻ വിത്ത് ലാറ്ററലി അഡ്ജസ്റ്റബിൾ ടൈൻസ് or disc to work between crop rows. The cultivator steers the soil and breaks. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ കൾട്ടിവേറ്റർ എന്ന് പറയുന്നത് ടില്ലേജ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് നമ്മൾ സോയിലിനെ ഇളക്കിയെടുത്ത് കട്ട പിടിച്ച് കിടക്കുന്നതിനെയൊക്കെ ഒന്ന് ശരിയാക്കി സീഡ് ബെഡ്. The tines fitted from the frame of the cultivator comb the soil deeply in the soil. അപ്പൊ ഇത് വളരെ ഡീപ്പായിട്ട് സോയിലിനെ കോംബ് ചെയ്തെടുക്കുന്ന എന്താണ് ഒരു ഇംപ്ലിമെന്റ് ആണ് കൾട്ടിവേറ്റേഴ്സ്. Destruction of weeds is the primary function of the cultivator. അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? വീടിനെ നശിപ്പിക്കുന്നത് എന്നാണ് കൾട്ടിവേറ്റർ. ഈ ഒരു ഇംപ്ലിമെന്റ് കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞ ഇംപ്ലിമെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്.